ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ മനസ്സിലോർക്കുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വണ്ണം ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർ മുന്നോട്ട് നോക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണോ നടക്കുന്നതോ എന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥ. ഒന്നുകിൽ അവർ സ്വയം ഇത് വേണ്ട എന്ന് വിചാരിച്ച് മനസ്സ് മടുത്ത് അവർ നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവരെ ചില വ്യക്തികൾ കൺട്രോൾ ചെയ്ത് അവരെ നിർത്തിയിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ലൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കത് കൂടുതൽ അപകടമുണ്ടാക്കും എന്ന് വിചാരിച്ച് അവർ നിൽക്കുന്നു. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട്. ചില തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇതുപോലെ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരണമെന്നുണ്ട്, പക്ഷേ അവർക്ക് സ്ട്രെങ്ത് ഇല്ല. നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സ്ട്രെങ്ത് ഇല്ലാത്തതിന് കാരണം തന്നെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളിലേക്കുള്ള അവരുടെ മാനസികമായിട്ടുള്ള ഇടപെടലിനെ അവസാനിപ്പിച്ചിരിക്കുന്നു. മുന്നോട്ട് എന്താണെന്ന് പോലും കാണാൻ കഴിയാത്ത വണ്ണം അവരുടെ മനസ്സിനെ അവർ മാറ്റി നിർത്തിയിരിക്കുന്നതായി കാണുന്നു, നിങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി. ഇതിന് കാരണം എന്തെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഈ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ചീറ്റിംഗ് ആണ്. നിങ്ങളുടെ ഇടയിൽ ചില വ്യക്തികൾ കടന്നു വന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, 2 വ്യക്തികളെ ഇവിടെ മാനസികമായി തകർത്തുകൊണ്ട്, ഈ വാളെന്ന് പറയുന്ന മാനസികാവസ്ഥയാണ്, അതിനെ തകർത്തുകൊണ്ട് മൂന്നാമതൊരാൾ ഇതിനിടയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോലും കഴിയാതെ വണ്ണം കെട്ടി നിർത്തിയിരിക്കുന്ന എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് വന്നിരിക്കുന്നത്? നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി സ്ട്രെങ്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കെട്ടിയിരിക്കുന്ന അവസ്ഥകളെല്ലാം പൊട്ടിച്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? അവർക്കിപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പറ്റാത്ത വണ്ണം അവർ മടിച്ച് നിൽക്കുന്ന അവസ്ഥ. ഓക്കെ, ഒരുപാട് ഓപ്ഷൻ്റെ പിറകെ പോയി, നിങ്ങൾക്ക് യാതൊരു വിലയും തരാതെ അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ആ ഓപ്ഷനൊക്കെയാണ് ബെറ്റർ, നിങ്ങളെക്കാളും ബെറ്റർ അതാണെന്ന് പറഞ്ഞ് അതിൻ്റെ പിറകെ ഓടിപ്പോയതിന് ശേഷം ഇപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണം നെഗറ്റീവ് ആക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം, ഓരോ കപ്പിലും പാമ്പും തേളും ഡ്രാഗണും അതും ഇതൊക്കെ. ഈ ഡ്രാഗൺ എന്നൊക്കെ പറയുന്നത് വശീകരിക്കുന്നതായിട്ടുള്ള എനർജിയാണ്. അപ്പം അങ്ങനെയുള്ള എനർജികളായിരുന്നു നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്താത്ത വണ്ണം തടഞ്ഞു നിർത്തിയിരുന്നത്. ഓക്കെ, ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ സെലക്ട് ചെയ്തതും തെറ്റായ ചില കാര്യങ്ങളായിരുന്നു എന്ന്. ഇപ്പോൾ അവർക്ക് കുറ്റബോധം കൊണ്ട് അവർ മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. എങ്കിൽ പോലും തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവർ ഭയപ്പെടുന്നുണ്ട്. ഇവിടെ 3 വാളുകളെ കാണാം. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവർ ഭയപ്പെട്ടുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള കറണ്ട് ഫീലിങ്സ് ഇതാണ്. നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്തെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 1 2 3. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പേജ് ഓഫ് വാണ്ടിൻ്റെ മെസ്സേജാണ്.
നിങ്ങളിലേക്ക് ഉടൻ തന്നെ കടന്നു വരും. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന്, നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവർ കാണാറുണ്ടെന്നും, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് മനസ്സിന് ഒരുപാട് ആശ്വാസമായിരുന്നു എന്നും നിങ്ങളോട് പറയുവാൻ അവർ ആഗ്രഹിക്കുന്നു. നീ ടച്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് എന്ന് അവർ പറയുന്നു. എപ്പോഴും നിങ്ങളെ ഓർക്കുമ്പോൾ മാത്രമാണ് അവർക്കൊരു സമാധാനം ലഭിക്കുന്നത്. നീ ടച്ച് ചെയ്തിരിക്കുന്നത് അവരുടെ ഹൃദയത്തിലാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ തരുന്നു. രണ്ടാമത്തെ കാർഡ്, നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത വണ്ണം അവരെ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എനിക്ക് നിന്നിലേക്കോ നിനക്ക് എന്നിലേക്കോ എത്താൻ കഴിയത്തില്ല, കാരണം നമ്മുടെ വഴി ഇവിടെ ബ്ലോക്ക് ആയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഐ ആം നോട്ട് ഓവർ യു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്താൻ അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, ആ വഴിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വാളുകൾ തറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു മെസ്സേജ് പറയുന്നു, ഞാൻ മനഃപൂർവ്വം നിന്നെ ഒഴിവാക്കുന്നു, നിന്നെ വേണ്ടാഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഒഴിവാക്കുന്നതെന്ന് നീ വിചാരിക്കരുത്. ഇവിടെ നിന്നിലേക്ക് എത്തുന്നതിന് ഇവിടെ തടസ്സങ്ങളാണ്, വഴികൾ മുടങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ ചിലപ്പം ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ഒരു എനർജിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു അത്രത്തോളം പ്രശ്നങ്ങളിൽ കൂടിയായിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങളെ മാനസികമായി ഒരുപാട് വേദനിപ്പിക്കുന്നതായ സിറ്റുവേഷൻ ഇപ്പോഴുണ്ടായിരിക്കാം. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും, നീ തിരിച്ചു വരിക എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ മെസ്സേജ് ആയിരിക്കാം. ആരാണോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മെസ്സേജാണ്. ഇതിപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നീ തിരിച്ചു വരൂ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജും കൂടി എടുക്കട്ടെ. മൂന്നാമത്തെ കാർഡുകാർക്ക് പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരിപ്പോൾ ഡബിൾ സിറ്റുവേഷനിലാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിരിക്കുന്നു. അവിടെ അവർ ഹാപ്പിയാണ്. അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ചില ഡബിൾ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.